ഇന്നും എനിക്ക് നല്ല കുഞ്ഞ മത്തി കിട്ടിയിട്ടുണ്ട്. ഇത് വൃത്തിയാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെങ്കിലും വറുക്കാനും മുളകിട്ട് വെക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ തല കളഞ്ഞിട്ടില്ലേ. എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ മത്തിത്തല വേവിച്ച് കൊടുക്കാറുണ്ട്. ഇങ്ങനെ വേവിച്ച് കഴിക്കുന്നത് മീൻ ഗുളിയ കഴിക്കുന്നതിനേക്കാളും ഗുണം ചെയ്യും കേട്ടോ. മത്തിത്തല കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ വേവിച്ച് കഴിച്ചു നോക്കിക്കോ, സൂപ്പർ ടേസ്റ്റാണ്. തല വേവിക്കുന്നതിനായി വാളംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാനായി പച്ച കുരുമുളകും കാന്താരി മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 കൊച്ചുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടി നല്ലതുപോലെ ഇടിച്ച് ചതച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. എരി കുറവുള്ളവർക്ക് കുറച്ച് എരി കുറയ്ക്കാം കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തലയിലേക്ക് നമ്മൾ ഇടിച്ച് ചതച്ച ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് നമ്മൾ അരിഞ്ഞ കൊച്ചുള്ളിയും കൂടി ഇട്ടതിന് ശേഷം ഒരല്പം കരിയേപ്പിലയും കൂടി ചേർത്ത് ഒരല്പം മഞ്ഞപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി അതിലേക്ക് പുഴിഞ്ഞൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരെ അടുപ്പിൽ വെച്ച് അടച്ച് നല്ലതുപോലെ വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പം നല്ലതുപോലെ വെള്ളം വറ്റി വെന്ത് റെഡി ആയിട്ടുണ്ട്. അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. വലുതായിട്ട് ഇളക്കി കൊടുക്കല്ലേ, അതൊന്ന് പിരിന്നു പോവേ. ഇത് ഇഷ്ടമായവർ മത്തിത്തല കളയാതെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.